സംഗതി ഏറ്റോ ഏറ്റുമുട്ടി. സിനിമാ മേഖല മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം. വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. അപ്പോൾ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? നിങ്ങൾ എന്ത് സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ചാനലിൽ ഇരുന്നിട്ട് കൊണച്ച വർത്താനം പറയാനല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തോന്ന് ചാനലിൽ ഇരുന്നിട്ട് കൊണച്ച വർത്താനം പറയാനല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബെസ്റ്റ്. നിങ്ങൾ ഈ രീതിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികയെ തെറി പറയും. എനിക്കതിലൊരു അത്ഭുതമില്ല. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? അമ്മ വെച്ചു കൊടുത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? അമ്മ സംഘടന വെച്ചു കൊടുത്ത എത്ര വീടുകളുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല അമ്മ സംഘടന പറ്റി നിങ്ങൾ പഠിച്ചു നോക്ക്. അതെ, ആ വെച്ചു കൊടുത്ത വീടിനേക്കാളും എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു, എത്ര നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു, എത്ര പേർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയി. ഇനി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയുന്നത്? ധർമ്മജൻ പരിഹാസ്യമാകും, സമൂഹത്തിന് മുന്നിൽ പരിഹാസിക്കപ്പെടും. അതൊന്നും നമ്മളുടെ കുറ്റമല്ല, ചിലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഞങ്ങൾ കുറെ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നിടത്ത് ധർമ്മജൻ ബോൾ കാട്ടി നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. ഞാൻ നാണം കിടക്കുന്നില്ല, നിങ്ങളാണ് നാണം കിടക്കുന്നത്. നിങ്ങൾ ഈ വർത്താനം പറഞ്ഞ നിങ്ങളാണ് നാണം കിടന്നത്. എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. ധർമ്മജൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം, ഏത് സ്ത്രീയെ വേണമെങ്കിലും ദ്രോഹിക്കാം, ഏത് സ്ത്രീയെ വേണമെങ്കിലും ആക്രമിക്കാം എന്നാണോ പറയുന്നത്? അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ചത്തെറി പറയാണ്. അത് നിങ്ങളുടെ സംസ്കാരമാണ് ധർമ്മജൻ, എനിക്ക് അതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല. നിങ്ങൾ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട.